അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇത് ദൈവിക ഗ്രന്ഥമാണ്. ഇത് പടച്ചവന്റെ വചനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളിത് കേൾക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ പൊതുവെ മതത്തെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് പല ആളുകളോടും പറയുമ്പോൾ കമന്റുകളിലൂടെയൊക്കെ പറയുന്നൊരു കാര്യം, അതൊക്കെ വെറുതെ പറയാണ്. ഇതൊക്കെ നമ്മളത്ര കേട്ടതാണ് എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത് ഇതൊരു ആദ്യമായിട്ടുള്ളൊരു പ്രതികരണമൊന്നുമല്ല. ഇതിനെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഇതിനെ വിശദീകരിക്കുന്നത് നമ്മളൊക്കെ മരിച്ചു പോയതിനു ശേഷം നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് ഇങ്ങനെ നിഷേധിച്ച ആളുകൾ അവര് നരകത്തിന്റെ കവാടത്തിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു രംഗമായിട്ടാണ് അതെ. ഖുർആൻ ഇതിനെ പരാമർശിക്കുന്നത്. ആ ഭാഗം നമുക്ക് നോക്കാം. നരകം കാണുമ്പോൾ അതിന്റെ ഭയാനകത അവരിങ്ങനെ കാണുമ്പോൾ അവരുടെ ഒരു പ്രതികരണം നമുക്ക് കാണാം. ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. അവിടെ തക്കാതു തമയ്യസു മിനൽ ഗൈദ്, ഉഗ്രകോപം നിമിത്തം ആ നരകം വേർപെട്ട് പൊട്ടി പുറപ്പെട്ടു പോകുമാറാകുന്നു. കുല്ലമാ ഉൽഖിയ ഫിഹ ഫൗജൻ, അതിൽ ഓരോ കൂട്ടം ആളുകൾ ഇടപെടുമ്പോഴേക്കും, അതിലെറിയപ്പെടുമ്പോഴേക്കും സഅലഹും ഖസനതുഹ, ആ നരകത്തിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും, അലം യഅ്തികും നദീർ, നിങ്ങളിലേക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ? ഈ നരകത്തെക്കുറിച്ചും ഈ ശിക്ഷകളെക്കുറിച്ചും ഒക്കെ മുമ്പേ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഒരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ ഉം. എന്നവരോട് ചോദിക്കും. അപ്പൊ അവർ പറയുന്ന മറുപടി നമുക്ക് കാണാം. قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. അപ്പോൾ അവർ പറയും, കാലു ബല, അതെ, ഞങ്ങൾക്ക് വന്നിരുന്നു. ഖദ് ജാഅനാ നദീർ, ഞങ്ങളിലേക്കൊരു താക്കീതുകാരൻ വന്നിരുന്നു. ഫകദ്ദബ്ന, അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വ്യാജമാക്കി, അദ്ദേഹത്തെ നിഷേധിച്ചു. വഖുൽനാ മാ നസ്സല അല്ലാഹു മിൻ ഷൈ, ഞങ്ങൾ അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തിരുന്നു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങൾ വ്യക്തമായ വഴിപിഴവിലല്ലാതെ വേറൊന്നുമല്ല, നിങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് ഉണ്ടാക്കി പറയാ മാത്രമാണ്, ഇതൊക്കെ പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്നൊക്കെ. അസാത്തീറുൽ അതെ, അവ്വലീൻ, അതെ. മുൻകാലത്തുള്ളവരുടെ കുറെ കഥകൾ മാത്രമാണിത്. ഉം. അതേപോലെ തന്നെ കുറെ പായാരം പറച്ചിലാണ് ഇവർ പൊതുവെ പറയുന്ന കാര്യങ്ങൾ. ശരിക്കും നമുക്ക് ഇത്തരം ആളുകൾക്ക് ഒന്ന് ആലോചിക്കാനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നാളെ എന്തു പറയും എന്നതടക്കം അതെ. നിങ്ങളുടെ ഇന്നത്തെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണെന്ത്, ഇത് വെറുതെ ഇത് പടച്ചോനുള്ളൊന്നല്ല, ഇത് ദൈവത്തിൽ നിന്നുള്ളൊന്നല്ല. മാനസ്സൽ അല്ലാഹു മിൻ ഷൈ, നിങ്ങളിൽ പടച്ചോൻ നിങ്ങൾക്കൊന്നും ഇറക്കി തന്നിട്ടൊന്നുമില്ല. ഇത് ദൈവത്തിന്റെ വചനങ്ങളൊന്നും അല്ല, നിങ്ങൾ വെറുതെ പറയാണ്, ഉം. നിങ്ങൾ പൊട്ടന്മാരാണ്, മണ്ടന്മാരാണ് എന്നുള്ള ആ ഒരു ഒരു റെസ്പോൺസ്, നിങ്ങൾ ഇന്ന് പറയുന്ന റെസ്പോൺസ് അത് അവിടെ ഉദ്ധരിക്കപ്പെടും എന്നുള്ളത് നേരത്തെ പറയാണ് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും ഇവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തലാണ്. ഇവര് എന്തോ പുതിയ വാദം കൊണ്ടുവരുന്ന മാതിരിയാണ് ഇത് അതെ, പറയാറുള്ളത്. അതെ. പക്ഷെ ഇതൊക്കെ എന്നോ ഈ വാദങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഖുർആൻ. എന്നിട്ട് അവിടെ പറയുന്നത്, وَقَالُوا لَوْ كُنَّا نَسْمَعُ أَوْ نَعْقِلُ, അവിടെ അവരുടെ ഖേദപ്രകടനാണ്. അവിടെ എത്തിയപ്പോൾ അവർക്ക് കുറ്റബോധം തോന്നുകയാണ്. അവർ ദുനിയാവിൽ വെച്ച് ഇതിനൊക്കെ നിഷേധിച്ചപ്പോഴുള്ള കുറ്റബോധം. وَقَالُوا لَوْ كُنَّا نَسْمَعُ أَوْ نَعْقِلُ مَا كُنَّا فِي أَصْحَابِ السَّعِيرِ, അവർ പറയുകയും ചെയ്യും, ലൗ കുന്ന നസ്മഉ നഅഖിൽ, ഞങ്ങൾ ഒന്ന് കേൾക്കുകയും, ഈ താക്കീതുകാരൻ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളൊന്ന് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാ കുന്ന ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ ഈ നരകത്തിന്റെ അഗ്നിയുടെ ആളുകളായി മാറുമായിരുന്നല്ല, ഈ ശിക്ഷ ഒന്നും അനുഭവിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു എന്നവർ ആ സമയത്ത് ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യമൊന്നുമില്ല. യെസ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ജസ്റ്റ് നമ്മൾ പറയുന്ന അതേപോലെ വിശ്വസിക്കുക എന്നുള്ളതല്ല, മറിച്ച് നസ്മ ഓനാക്കൽ ഒന്ന് കേൾക്കുകയോ ഒന്ന് ചിന്തിക്കെങ്കിലും ചെയ്യുക, അല്ലേ? അത് ചെയ്തിരുന്നെങ്കിൽ എന്ന് പരിതപിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഇപ്പോഴേ പറഞ്ഞു തരാൻ. ഇത് നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ വചനങ്ങളായിക്കൊണ്ട് ഇപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് എന്ത്, നിങ്ങൾ ഇതിനെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഇതിനെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ നാളെ ഇങ്ങനെ ഖേദിക്കേണ്ടി വരും എന്ന് പറഞ്ഞു തരുമെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ ജസ്റ്റ് എന്തെങ്കിലും ചില ചാപ്പകൾ പറഞ്ഞുകൊണ്ട്, എന്തെങ്കിലും ചില വിളിപ്പേരുകൾ വിളിച്ചുകൊണ്ട്, മദ്രസ പൊട്ടന്മാർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേൾക്കണ്ട, നിങ്ങൾ പറയുന്നൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഒന്നും പറയണ്ട, നിങ്ങൾ പറയുന്നത് എന്തായാലും അതിലൊരു കാര്യവുമില്ല
ഇല്ല എന്ന ഒരു മുൻധാരണ വെച്ചുകൊണ്ട് പലപ്പോഴും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പിന്നെ കാതുകളുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ഹൃദയങ്ങളുടെ അവർ ചിന്തിക്കുന്നില്ല, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എന്തോ ഒരു മറ ഇട്ടതുപോലെ കാര്യങ്ങൾ വളരെ സുവ്യക്തമായി വിശദീകരിക്കപ്പെടുമ്പോഴും എന്തോ ഒരു മറ പിന്നെ ഇട്ടതുപോലെ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥക്ക് പകരം കുറച്ചുകൂടിയൊക്കെ ഒരു വിശാലമായി എന്താണ് പറയുന്നത്, എന്താണ് ഈ വിശദീകരിക്കപ്പെടുന്നത് എന്ന് കേൾക്കാനും മനസ്സിലാക്കാനുള്ളൊരു ഒരു മനസ്സെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് ഉം. പൊതുവിൽ നമുക്ക് പറയാനുള്ളത്. ആ ഒരു സന്നദ്ധത ഉണ്ടായാൽ തന്നെ അവർക്ക് യെസ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അതെ, അതെ. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി, വളരെ യുക്തിപരമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉം, ഉള്ളൂ. ഉം. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ട ഒരു ആവശ്യം യെസ്. പോലും ഇല്ല. ഒന്നുമില്ല. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച അതെ. ഒരു പടച്ചോനുണ്ട്. എന്നെയും നിങ്ങളെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും സൃഷ്ടിച്ച ഒരു പടച്ചോനുണ്ട്. ആ പടച്ചവന്റെ സൃഷ്ടികളാണ് നമ്മൾ. ആ പടച്ചവന് സമർപ്പിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ആ പടച്ചവൻ നമുക്കൊരു മാർഗ്ഗനിർദ്ദേശം തന്നിട്ടുണ്ട്. ആ മാർഗ്ഗദർശനം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് നന്മ ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് അതിന്റെ ശിക്ഷയും ഉണ്ടാകും. വളരെ സിമ്പിളാണ്. അതിന്റെ വിശദാംശങ്ങളാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വളരെ സിമ്പിളായ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ, പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആ നിലക്ക് കണ്ണുകളുണ്ടായിട്ടും കാണാൻ പറ്റാത്ത, ഉണ്ടായിട്ടും കേൾക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള ആളുകളായി മാറാതിരിക്കട്ടെ എന്ന് ആശിക്കാം. ആ രൂപത്തിൽ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.